ഡോക്ടർ മേരി ജോർജ് മേഡം, ഭരണമാറ്റത്തിനൊപ്പം വലിയ മാറ്റങ്ങൾക്കാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തുടക്കമിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലും ആഡംബരങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു. വി.ഡി. സതീശൻ താമസം തുടങ്ങും മുൻപ് മോടി പിടിപ്പിക്കാനുള്ള അറ്റകുറ്റപ്പണികൾക്കായി ലക്ഷക്കണക്കിന് രൂപയാണ് പൊതുമരാമത്ത് വകുപ്പ് വകയിരുത്തിയിരുന്നത്. തൽക്കാലം അത്രയും ജോലികൾ ഇപ്പോൾ ചെയ്യേണ്ട എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്യാവശ്യമായി വേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് പരിശോധിച്ച ശേഷം അറ്റകുറ്റപ്പണി നടത്താമെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലും ക്രമീകരണങ്ങളിലും മാറ്റം നിർദ്ദേശിച്ചിരുന്നു വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയുടെ യാത്ര ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകരുത് എന്നും പൈലറ്റും എസ്കോർട്ടും ഒഴികെ മറ്റ് അകമ്പടി വാഹനങ്ങൾ വേണ്ട എന്നുമാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ റോഡ് തടസ്സപ്പെടുത്തി കടന്നുപോകുന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. മേഡം ഉൾപ്പെടെ ഇതിനെതിരെ പലകുറി ആഞ്ഞടിച്ചതാണല്ലോ. അപ്പോൾ സതീശന്റെ ശൈലിമാറ്റം, ധൂർത്ത് തുടങ്ങിയവ പിണറായിക്കുള്ള ആദ്യ കുത്താണോ? എങ്ങനെ നോക്കിക്കാണുന്നു സതീശന്റെ ഈ ഒരു തീരുമാനത്തെ മേഡം? ഈ ശൈലി മാറ്റം ഇറങ്ങിപ്പോകുന്ന മുഖ്യമന്ത്രിക്കുള്ള ഒരു കുത്തായിട്ട് നമ്മൾ കാണണ്ട. എല്ലാ മുഖ്യമന്ത്രിമാരും ജനാധിപത്യ ക്രമത്തിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒന്നാണ് ലളിത ജീവിതം. അപ്പോൾ വലിയ ആർഭാടത്തിൽ ചെലവഴിച്ചു എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ 10 വർഷം ഭരിച്ചു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇപ്പോൾ ഇറങ്ങിപ്പോയപ്പോൾ എത്ര ശോച്യമായ ഒരവസ്ഥയിലാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത്. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട സൽപ്പേരി ഇനി ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അത്ര ഗൗരവത്തിലാണ് ആ സൽപ്പേര് നഷ്ടപ്പെട്ടു പോകുക. അത്ര ആഴത്തിലുള്ള മുറിവുകളാണ് ഏറ്റിരിക്കുന്നത്. നമ്മൾ ഓർത്തു നോക്കുക, മഹാത്മാഗാന്ധി അദ്ദേഹം അദ്ദേഹമാണ് മുൻപിൽ നിന്ന് നയിച്ച് കോൺഗ്രസിനെ നയിച്ച് നമ്മുടെ സ്വാതന്ത്ര്യം തന്നെ നേടിയത്. ആ സ്വാതന്ത്ര്യ നേട്ടത്തിന് ശേഷം എനിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആകണമെന്നോ അതുമല്ലെങ്കിൽ സർക്കാർ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കാകണം ആദ്യത്തെ പ്രധാനമന്ത്രി എന്നോ ഒക്കെ മഹാത്മാഗാന്ധി വാശി പിടിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ അദ്ദേഹത്തെ ആക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് പകരം നിർദ്ദേശിച്ചത് നെഹ്റുവിനെ അങ്ങനെ പ്രധാനമന്ത്രിയായി. അദ്ദേഹം അങ്ങനെ ഒരു നിർദ്ദേശം പോലും വെച്ചില്ല. ആ നിർദ്ദേശങ്ങളെയൊക്കെ, അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ വന്നതിനെ ആശീർവദിച്ച് വിടുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം, സാധാരണ രീതിയിൽ ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ നല്ല മന്ത്രിമാരെന്നല്ലെങ്കിൽ ഭരണ മികവുള്ള നേതാക്കളെന്ന് വിശേഷിപ്പിക്കുന്ന ആരും തന്നെ ആർഭാടത്തിൽ അഹങ്കരിച്ചിരുന്നവരല്ല. ആർഭാടമായിരുന്നില്ല അവരുടെ രീതി. ലളിത ജീവിതം, ജനസേവനം, അതായിരുന്നു അവരുടെ രീതി. അപ്പം വി.ഡി. സതീശനെ പറ്റി നമുക്കറിയാം. ഈ കേരളത്തിലെ ജനങ്ങളാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിച്ചത്. അതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കറുത്ത കൈ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായികൾക്കും അങ്ങനെ ഒരു കറുത്ത കൈ കാണില്ല. കാരണം അത്തരം ഒരു സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ ഈ കേരളത്തിൻ്റെ ആദ്യം ഒരറ്റം മുതൽ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഉണ്ടായ വേലിയേറ്റം, വി.ഡി. സതീശൻ എന്ന് പറഞ്ഞുണ്ടായ വേലിയേറ്റം, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ, അദ്ദേഹത്തിൻ്റെ ആ ലാളിത്യത്തെ ജനം എത്ര കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അപ്പം അതിനനുസരിച്ച് ജനങ്ങളുടെ ആ വിശ്വാസത്തെ ഒരു കാരണവശാലും വെല്ലുവിളിക്കാതെ, അത് ശരിയാണ് എന്ന് അടിവരയിടുന്ന തരത്തിലുള്ള തീരുമാനമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആരംഭം തന്നെ, ആരംഭം മുതലേ ആ ലാളിത്യത്തിലൂടെ മുന്നോട്ട് പോവുക. അതുമാത്രവുമല്ല, ഇപ്പോഴത്തെ ധനപ്രതിസന്ധി അനുശാസിക്കുന്നതും അതുതന്നെയാണ്. വെറുതെ ആഡംബരത്തിന് വേണ്ടി പണം വ്യയം ചെയ്യുക, അതും ഒരു ഖജനാവ് കാലിയായിരിക്കുക. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞു, ഇന്ന് തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, 6000 കോടി ഖജനാവിൽ ആക്കി വെച്ചിട്ടാണ്, അല്ലാതെ ഖജനാവ് ശൂന്യമാക്കി വെച്ചിട്ടല്ല LDF ഇറങ്ങിയത് എന്ന്. അത് കേട്ടാൽ ആരും ചിരിച്ചു പോകും. കാരണം എത്ര മാസമായി ചെക്കുകളും, ട്രഷറിയിലേക്ക് ചെല്ലുന്ന ചെക്കുകളും ഡ്രാഫ്റ്റുകളും ഒക്കെ ക്യൂവിലാണ്. അങ്ങനെ ക്യൂവിൽ നിൽക്കുന്ന ഖജനാവ് ശൂന്യമല്ല. പക്ഷേ ഇറങ്ങി പോകുമ്പോൾ എന്തെങ്കിലും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി
അദ്ദേഹം ഒരു പക്ഷേ 6000 കോടി അവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ടാകാം. അത് എല്ലാ വകമാറ്റിലും എല്ലാ വകുപ്പുകൾക്കും കൊടുക്കേണ്ടത് മാറ്റിയാണ് ചെലവഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പല വകുപ്പുകളിൽ നിന്ന് വകമാറ്റിയെടുത്ത എമൗണ്ട് ആയിരിക്കാം വകുപ്പുകൾക്ക് കിട്ടേണ്ടിയിരുന്നത്, വകമാറ്റിയെടുത്ത എമൗണ്ട് ആയിരിക്കാം ഒരുപക്ഷെ 6000 കോടി അവശേഷിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരുപാട് ഓവർ ഡ്രാഫ്റ്റുകൾ എടുത്തിട്ടുണ്ട് റിസർവ് ബാങ്കിൽ നിന്ന്. അങ്ങനെ എല്ലാ തരത്തിലും എടുക്കാവുന്നതിൻ്റെ മാക്സിമം കടമെടുത്ത് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമുക്കറിയാം ഈ പറയപ്പെട്ട 6000 കോടി അധികം വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ബാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു തമാശയാണ് എന്ന്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള, അതായത് നമ്മുടെ ധനപ്രതിസന്ധിയുടെ ആഴം കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു മാന്യദേഹമാണ് ശ്രീ വി ഡി സതീശൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആവശ്യമില്ലാതെ ചെലവഴിക്കാനായിട്ട് മുതിരുകയില്ല. അപ്പോൾ എന്താ നമ്മൾ ഇപ്പോൾ കേട്ടത്, അതായത് ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കാൻ വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് ഒരു നല്ല തുകയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. പക്ഷേ ആ തരത്തിലുള്ള ചെലവഴിക്കലോ ആർഭാടമോ പുതുതായിട്ടൊന്നും വേണ്ട. ഇപ്പം നിലവിലിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അത്യാവശ്യ മാറ്റങ്ങൾ വല്ലതും വേണമെങ്കിൽ അത് മാത്രം വരുത്തുക. വളരെ നിസ്സാരമായ തരത്തിലുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ അത് മാത്രം വരുത്തുക എന്നാണ് മിസ്റ്റർ വി ഡി സതീശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കണം, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ക്ലിഫ് ഹൗസിലേക്ക് താമസമാക്കിയതിന് മുൻപും ആക്കിയതിന് ശേഷവും നടന്നിട്ടുള്ള ദുർവ്യയം എത്രയാണെന്ന്. സഖാവ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസിലേക്ക് താമസത്തിന് വരുന്നതോടുകൂടി ചെലവഴിച്ച പണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, പൊതുമരാമത്ത് വകുപ്പ് കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ വേണ്ടി ചെലവഴിച്ച പണത്തെപ്പറ്റി തന്നെ വലിയ കോലാഹലമുണ്ടായിരുന്നു അസംബ്ലിയിലും മറ്റ് ഒക്കെ പൊതുവേദികളിലും. ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളത്തിൻ്റെ ആ നീന്തൽക്കുളം നമ്മുടെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് നിർമ്മിച്ചത്. അപ്പോൾ ആ നീന്തൽക്കുളത്തിൻ്റെ പരിപാലനത്തിനായി ചിലവാക്കിയത് 1,85,000 കോടി രൂപയാണ്. അതെ, കൂടാതെ 38.47 ലക്ഷം നിത്യപരിപാലനത്തിന് വേണ്ടിയും, അതായത് അതിനെ നോക്കി നടത്തുന്നവരുടെ ചെലവിനായിട്ടും മാറ്റി. ആ കർമ്മത്തിന് വേണ്ടി ആ കർമ്മം ഏൽപ്പിച്ചിരുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റിയാണ്. പിണറായി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം ക്ലിഫ് ഹൗസിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചെലവഴിച്ച തുകയും വെറുതെ നമുക്കൊന്ന് നോക്കാം ഒരു താരതമ്യത്തിന് വേണ്ടി. ലിഫ്റ്റിന് 16,29,462 രൂപ, വാട്ടർ സപ്ലൈ ഡ്രെയിനേജ് ലൈൻ 4,89,019 രൂപ, ജീവനക്കാരുടെ വിശ്രമ മുറിക്ക് 72,45,703 രൂപ, പെയിൻറ്റിങ് 6,89,194 രൂപ, ഓഫീസ് റൂമിലെ നിലത്തെ പലകകളുടെ അറ്റകുറ്റപ്പണിക്ക് 6,12,603 രൂപ, ചാണകക്കുഴി 3,57,493 രൂപ, മതിലും കാലിത്തൊഴുത്തും 34,12,277 രൂപ, ശുചിമുറിയും അനുബന്ധ അറ്റകുറ്റപ്പണിയും 1,03,047 രൂപ, സീലിങ്ങും കിച്ചൺ കബേർഡും 2,40,247 രൂപ, ഷീറ്റ് റൂഫിലെ ഗ്രിൽ 97,607 രൂപ, ഗാർഡ് റൂമിലെ അനുബന്ധ ജോലികൾ 1,36,472 രൂപ, മുറികളിലെ ഫ്ലോറിങ്ങും കിച്ചൺ ഷെൽഫും 6,68,654 രൂപ, സുരക്ഷ 28,72,540 രൂപ, വാട്ടർ സപ്ലൈ 4,30,170 രൂപ, ശുചിമുറി നവീകരണം 1,47,127 രൂപ. ഈ തരത്തിൽ ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിലേക്ക് വാസത്തിനെത്തിയ ശേഷം ആ ക്ലിഫ് ഹൗസിൻ്റെ പരിപാലനത്തിന് വേണ്ടി ചെലവഴിച്ചത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കേരളത്തിൻ്റെ അതായത് ധനസ്ഥിതി മോശമായതിൽ അത്ഭുതപ്പെടാനില്ലെന്ന്. കാരണം ഈ തരത്തിൽ യാതൊരു വകതിരിവുമില്ലാതെ
അതായത് കേരളത്തിൻ്റെ ധനസ്ഥിതി അന്നും വളരെ മോശമായിരുന്നു. നമുക്കറിയാം 2016 ഭരണത്തിൽ വരുന്നതിനോടനുബന്ധിച്ച് ഒരു ധവളപത്രം LDF പുറത്തിറക്കിയിരുന്നു. ആ ധവളപത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്? ഭരണത്തിൽ എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ UDF വീണ്ടും ഭരണത്തിൽ വന്നാൽ 2020-21 ആകുമ്പോഴത്തേക്കും KSRTC അടച്ചു പൂട്ടേണ്ടി വരും, അവരുടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റില്ല, ഒരുപാട് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനൊക്കെ തുല്യം ചാർത്തുന്ന അവസ്ഥയാണ് LDF ഭരണത്തിൽ വന്നതിന് ശേഷം സംഭവിച്ചത്. നമുക്കറിയാം 2020-21 ആയപ്പോഴേക്കും KSRTC ശരിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം കറങ്ങുന്ന അവസ്ഥയിലായിരുന്നു. കോടതി പോയതും കോടതി അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന്, അതായത് KTDFCയിൽ വായ്പയെടുത്താണ് KTDC മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ KTDFCയിലെ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച് പിടിക്കാൻ താല്പര്യമുള്ളവർക്ക് അത്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, അതിന് ഡിവിഡൻഡ്, ഇതൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയിലെത്തിയതും, അങ്ങനെ കോടതിയിലെത്തിയപ്പോൾ ഗവൺമെൻറ്റിനോട് KTDFC കേരള ഗവൺമെൻറ് ആയിരുന്നു, അത് LDF ഗവൺമെൻറ് കാലത്താണ് KTDFC തുടങ്ങുന്നത്. KSRTCനെ അതിൻ്റെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. പിന്നെ കേരള ഗവൺമെൻറ്റിൽ വിശ്വസിച്ചാണ് മറ്റുള്ളവർ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. കാരണം കേരള ഗവൺമെൻറ്റാണ് അതിൻ്റെ സോവറിൻ അതോറിറ്റി എന്നുള്ളത് കൊണ്ട്. അപ്പം കോടതി പറഞ്ഞു ഗവൺമെൻറ് ഓഫ് കേരള തന്നെ അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ അവരാവശ്യപ്പെടുന്നത് പോലെ അത് തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ചീഫ് സെക്രട്ടറിയാണ് കോടതിയിൽ ചെന്ന് പറഞ്ഞത്, അയ്യോ അതൊന്നും ചെയ്യാൻ പറ്റില്ല, ഗവൺമെൻറ്റിന് അനുദിന ചെലവുകൾ നിർവഹിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലാണ് എന്ന് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി തന്നെ കോടതിയിൽ ബോധിപ്പിച്ചത് നമ്മളൊക്കെ മാധ്യമങ്ങൾ വഴിയുമൊക്കെ അറിഞ്ഞതാണ്. കോടതിയുടെ അതിനെപ്പറ്റിയുള്ള, അതായത് അങ്ങനെയാണ് ഇനി KTDFC പോലെ ഉള്ള സ്ഥാപനങ്ങളിലേക്ക് ഫണ്ട് കളക്ട് ചെയ്യണമെങ്കിൽ റിഡംഷൻ ഫണ്ട് എന്നൊരു ഫണ്ട് ഗവൺമെൻറ് രൂപീകരിക്കണം. അതായത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സർട്ടൻ എമൗണ്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന ആ സാഹചര്യം ഉണ്ടായാൽ നോ എന്ന് പറയാതെ ആ ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കാൻ വേണ്ടി, അങ്ങനെ റിഡംഷൻ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഗവൺമെൻറ് ഓഫ് കേരള ഈ മേലിൽ ഇതുപോലെ KTDFC പോലെയുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ, അതിലേക്ക് ഡെപ്പോസിറ്റ്സ് കളക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു റൂളിംഗ് വരെ കോടതി ആ സമയത്താണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ തരത്തിൽ കേരളം പ്രതിസന്ധിയിൽ നിൽക്കുന്ന കേരളത്തെ എത്തിച്ചു. ഇവരുടെ വൈറ്റ് പേപ്പറും ഒക്കെ പറഞ്ഞിരുന്നത് എന്താണ്? UDF വന്നാൽ അത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവരുടെ കാലത്ത് തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തുന്നത്, എത്രയോ തവണ കേന്ദ്ര ഗവൺമെൻറ്റിനോട് കൂടുതൽ കടം മേടിക്കാനുള്ള അനുവാദം ചോദിച്ചും ഒക്കെ കോടതിയിൽ പോകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സമ്പദ്ഘടനയെ മുൻപിൽ കണ്ടിട്ടാണ് അന്ന് പിണറായി വിജയൻ ഇത്ര വലിയ തോതിൽ ക്ലിഫ് ഹൗസിന് വേണ്ടിയിട്ട് ചെലവഴിച്ചത്. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്നൊക്കെ ഓരോരുത്തരും പാഠം ഉൾക്കൊള്ളേണ്ടതാണ്. അല്ലെങ്കിൽ തന്നെ ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ഒരു കാരണവശാലും ഇത്രയധികം ആഡംബരത്തിന് ഒന്നും പോകാൻ പാടില്ല. അതായത് മാതൃകയാകണം. അവർ ഭരിക്കുന്ന, അവരുടെ ഭരണം കൊണ്ട് ജീവിക്കേണ്ട, ചേർത്ത് പിടിക്കേണ്ട ജനങ്ങൾക്ക് മാതൃകയായിട്ടുള്ള ഭരണമാണ് അവർ കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും ശ്രീ VD സതീശൻ അത് തന്നെ ആ തരത്തിൽ തന്നെ മുന്നേറുമെന്നുള്ളതിൻ്റെ തുടക്കമാണ്, ആദ്യ സിഗ്നലാണ് നമ്മൾ ഈ കൻ്റോൺമെൻറ്റ് അല്ല ക്ലിഫ് ഹൗസിൻ്റെ ഇതിന് വേണ്ടിയിട്ട് വലിയ തോതിൽ പണം ചെലവഴിക്കേണ്ട, വളരെ ചെറിയ തോതിൽ മാത്രം മിനുക്കുപണികൾ നടത്തിയാൽ മതി, വളരെ അത്യാവശ്യമുള്ള മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതി എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത്. എത്ര ലളിതമായി മാത്രം ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിച്ചാൽ മതി എന്ന് പറയുമ്പോഴും നമ്മൾ അതിൻ്റെ വാസ്തുശില്പ ചാതുര്യം മറക്കാൻ പാടില്ല. അതായത് കേരളീയ വാസ്തുശില്പ രീതിയും
കൊളോണിയൽ ഇംഗ്ലീഷ് വാസ്തുശില്പ രീതിയും സംയോജിപ്പിച്ചതാണ് മന്ദിരത്തിൻ്റെ രൂപകൽപ്പന. 15,000 ചതുരശ്ര അടി വലുപ്പം, 7 കിടപ്പുമുറികൾ, ഒരു ഓഫീസ് റൂം, ഒരു കോൺഫറൻസ് ഹാൾ, ഔദ്യോഗിക വസതിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പരിചാരകരുടെയും ഉപയോഗത്തിനായി 2 ചെറിയ കെട്ടിടങ്ങളും അതേ ക്യാമ്പസിൽ തന്നെ. ഇത്രയുമൊക്കെ ഉള്ളതാണ് ഈ പറയപ്പെട്ട ക്ലിഫ് ഹൗസ്. അപ്പം അവിടെ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്തിയില്ലെങ്കിൽ പോലും ആവശ്യത്തിനുള്ള ആർഭാടവും മോടിയും വാസ്തുശില്പചാരുതയും ഉള്ളതാണ് ഈ ഈ ക്ലിഫ് ഹൗസ്. മാഡം സൂചിപ്പിച്ചതുപോലെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞ 2-3 കാര്യങ്ങൾ പരിശോധിച്ചാൽ, പുതിയ കാർ വാങ്ങാൻ തീരുമാനിച്ചാൽ അത് ഭരണ സംവിധാനത്തിന് നൽകുന്ന തെറ്റായ സന്ദേശമായിരിക്കുമെന്നാണ് സതീശൻ പറഞ്ഞത്. സാമ്പത്തിക നില വഷളായിരിക്കുന്ന സമയത്ത് ആർഭാടങ്ങൾ പരമാവധി കുറച്ച് നമ്മൾ ചില മാതൃകകൾ സൃഷ്ടിക്കണം. നിലവിലുള്ള കാർ ഉപയോഗിക്കും, അതിന്റെ നിറമൊന്നും നോക്കില്ല. വലിയ ആർഭാടത്തോടെയും പത്രാസോടെയും റോഡിലൂടെ പോയാൽ ആളുകൾ എന്നെ ഉള്ളിൽ കളിയാക്കി ചിരിക്കും. ഞാൻ അത്രയ്ക്കൊന്നും പോയിട്ടില്ല, അല്ലെങ്കിൽ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. പോകുന്ന വഴിയിൽ ആളുകളെ പരമാവധി ബുദ്ധിമുട്ടിക്കരുത് എന്ന് പോലീസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ സതീശൻ സർക്കാർ ആർഭാടമില്ലാത്ത സർക്കാരായിരിക്കുമെന്ന് ഉറപ്പിക്കാമോ? അതിൻ്റെ സൂചനകളാണോ ഇതൊക്കെ? തീർച്ചയായിട്ടും ആർഭാടമില്ലാത്ത സർക്കാർ എന്ന് പറഞ്ഞാൽ വി.ഡി. സതീശൻ മാത്രമല്ലല്ലോ മന്ത്രിയാകാൻ പോകുന്നു. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ആർഭാടം ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് 101% വിശ്വസിക്കാം. പക്ഷേ അതായത് അദ്ദേഹം കൃത്യമായിട്ട് ജനം എന്ത് പ്രതീക്ഷിക്കുന്നു ഒരു ജനപ്രതിനിധിയിൽ നിന്ന്, അതുപോലെ തന്നെ അദ്ദേഹം സിമ്പിളായിട്ടുള്ള, അതായത് അദ്ദേഹത്തിന് നോക്കി പഠിക്കാവുന്ന ഒരു ഉദാഹരണമാണ് കേരളത്തിലെ കഴിഞ്ഞുപോയ മുഖ്യമന്ത്രിമാരിലെ ഉമ്മൻചാണ്ടി. അദ്ദേഹം എങ്ങനെ, അതായത് അദ്ദേഹം താമസിച്ചതുപോലും ക്ലിഫ് ഹൗസിലല്ല, പുതുപ്പള്ളി ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ വീട് പോയി കണ്ടിട്ടുള്ളവർക്കറിയാം എത്ര സിമ്പിളായിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന്. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ, ബാങ്ക് ഉദ്യോഗസ്ഥയായ ഭാര്യയുടെ വായ്പയെടുത്ത് നിർമ്മിച്ചിരുന്ന ഒരു സാധാരണ വീട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പോലും ക്ലിഫ് ഹൗസിലല്ല. അപ്പോൾ അങ്ങനെയുള്ള വളരെ ലാളിത്യത്തിൽ വിശ്വസിക്കുന്ന, ലളിത ജീവിതം കഴിച്ച് കാണിച്ച ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന് തൊട്ട് സ്വന്തം സംസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം കാണാൻ തന്നെയുമല്ല, വി.ഡി. സതീശനെ ഇതുവരെ നമ്മളങ്ങനെ ഇതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു മനുഷ്യനായി കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആ ലെവൽ വിട്ട് മാറാൻ പറ്റും എന്ന് നമുക്ക് വിശ്വസിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ അതുപോലെ ആകണമെന്നില്ല എല്ലാ മന്ത്രിമാരും. അത് ആരൊക്കെയാണ് മന്ത്രി പദവിയിലേക്ക് വരുന്നത് എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. പൊതുവേ നമുക്കറിയാം ഈ രാഷ്ട്രീയക്കാരുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഖജനാവിലെ പണം എന്ന് പറഞ്ഞാൽ പൊതുപണമാണ്. അതെടുത്ത് എങ്ങനെ വേണമെങ്കിലും ചെലവഴിച്ച് സ്വന്തം ജീവിതം സുഖപ്രദമാക്കാം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഇപ്പോൾ നമ്മൾ ക്ലിഫ് ഹൗസിൻ്റെ കാര്യം പറഞ്ഞത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ആരൊക്കെയാണ് ഇനി മന്ത്രിമാരായിട്ട് വരാൻ പോവുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ തീർച്ചയായിട്ടും ഒരു ചൂണ്ടുവിരൽ എപ്പോഴും വി.ഡി. സതീശൻ, ബഹുമാനപ്പെട്ട വരാൻ പോകുന്ന മുഖ്യമന്ത്രിയുടെ ഒരു ചൂണ്ടുവിരൽ അവരുടെ ഒക്കെ നേരെ കാണും. പിന്നെ അദ്ദേഹത്തെ കണ്ട് ആർക്കും ആർഭാടത്തിലേക്ക് പോകാൻ ഒക്കില്ല. മുഖ്യൻ ഇത്രയധികം ആർഭാടം കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാ? അങ്ങനെ ഒരു ചോദ്യം അവിടെ ഉദിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് പോലെ തന്നെ അദ്ദേഹത്തെ കോപ്പി ചെയ്ത് മുൻപോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന മന്ത്രിമാർ വരട്ടെ എല്ലാവരും എന്ന്, മന്ത്രിമാരാകട്ടെ എല്ലാവരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.